മമ്മൂട്ടിയുടെ പടങ്ങൾ 100 കോടി അടിക്കാത്തത് എന്തുകൊണ്ട്? മമ്മൂട്ടിക്ക് മോഹൻലാലിനോടൊപ്പം തന്നെ ജനപ്രീതിയുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ പടങ്ങൾ കാണാൻ പ്രേക്ഷകർ ഉത്സാഹം കാണിക്കുന്നില്ല. മമ്മൂട്ടിയുടെ പടങ്ങളിൽ ആദ്യകാലങ്ങളിൽ കോമഡി, പാട്ടൊക്കെ കുറവായിരുന്നു. മമ്മൂട്ടി ഗൗരവ റോളാണ് ചെയ്യുക. അതിനാൽ കോമഡി റോളുകൾ വളരെ കുറവ്. എന്നാൽ 2000-ന് ശേഷം ധാരാളം കോമഡി റോളുകൾ ചെയ്തു, മിക്കതും ഹിറ്റാക്കി. അതിൽ മായാവി, തൊമ്മനും മക്കളും, തുറുപ്പുകുലാൻ, രാജമാണിക്യം, എട്ടി സിറ്റി. എന്നിരുന്നാലും ഫൈറ്റ്, ഡാൻസ് രംഗങ്ങൾ വളരെ ബോറായിരുന്നു. ഫൈറ്റ് എങ്ങനെങ്കിലും ഒപ്പിക്കുമെങ്കിലും ഡാൻസ് വളരെ ബോറായി തോന്നും. മമ്മൂട്ടിയുടെ ധൈര്യമില്ലായ്മ, ചമ്മൽ, ഏറ്റാല് പൊമരി, എല്ലാ കാര്യത്തിലുള്ള നിയന്ത്രിതാഭിനയം. പ്രണയരംഗങ്ങൾ അഭിനയിക്കാൻ മമ്മൂട്ടി കൃത്രിമമായ ശൈലി കാണിക്കും. മമ്മൂട്ടിക്ക് ഒരു കാലിന് സ്വാധീനമില്ല എന്നുപോലും തോന്നും. ഇതൊക്കെ ആരാധകരെ വളരെ നിരാശപ്പെടുത്തും. ശരിക്കും പ്രായമല്ല പ്രശ്നം. അങ്ങനെയെങ്കിൽ ദേവാനന്ദും അമിതാഭ് ബച്ചനും രജനിയുമയൊക്കെ എന്തു പറയണം? ഈ നിയന്ത്രിതാഭിനയം മമ്മൂട്ടിയുടെ കമർഷ്യൽ സിനിമയെ മാത്രമല്ല, ആർട്ട് ഫിലിമിനെ പോലും ബാധിക്കുന്നു. ഉദാഹരണം, നൻപകൽ, കാതൽ എന്നീ ചിത്രങ്ങൾ. ചുരുക്കത്തിൽ ഒരു നായകനെല്ലാം ചെയ്യാൻ തയ്യാറാവണം. പാട്ട്, സ്റ്റണ്ട് ഡാൻസ്, ലവ് എല്ലാം ഹാർഡായിട്ടല്ലെങ്കിലും നൈസായിട്ട് ചെയ്യണം. തിരിഞ്ഞു കളി ഒപ്പിക്കൽ ഓഡിയൻസിന് പോലും ചമ്മലുന്നാക്കുന്നു. മലയാളത്തിൻ്റെ ഈ എവർഗ്രീൻ ഗ്ലാമർ താരത്തെ മെഗാസ്റ്റാർ ആയിട്ടാണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. മമ്മൂട്ടിയുടെ പടങ്ങളുടെ പരാജയങ്ങൾക്ക് മോഹൻലാൽ ചിത്രങ്ങളെ തെറി വിളിക്കുകയും മോഹൻലാൽ ചിത്രങ്ങൾ പരാജയപ്പെട്ടാൽ അയാൾ മുഴുവൻ പരാജയമെന്ന് പരത്തുന്നത് മുസ്ലിം ഗ്രൂപ്പുകളാണ്. യഥാർത്ഥ മലയാളികൾ മമ്മൂട്ടിയുടെ ദുർബല ചിത്രങ്ങൾ തള്ളിക്കളയുകയും നല്ല ഒരു അടിപൊളി ചിത്രത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. മമ്മൂട്ടി മനസ്സുവെച്ചാൽ 100 കോടി കളക്ട് ചെയ്യുന്ന ചിത്രം വരാവുന്നതേ ഉള്ളൂ.